നെത്തോലി അച്ചാറാണ്. അതിനുവേണ്ടി നെത്തോലി നമ്മൾ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് 3 മണിക്കൂർ മുമ്പ് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇത് പൊരിച്ചെടുക്കാം. നല്ലെണ്ണയാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡ് തിരിച്ചിടാം. അങ്ങനെ തിരിച്ചും മറിച്ചും 2 സൈഡും നല്ലതുപോലെ മൊരിഞ്ഞ് വരണം. എങ്കിലേ നമുക്ക് അച്ചാറിട്ടാൽ അത് കേടുകൂടാതെ കുറേ നാൾ സൂക്ഷിക്കാനും പറ്റും, നല്ല രുചിയും കിട്ടത്തുള്ളൂ. നല്ലതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡും ഒരേപോലെ നമ്മൾ മൊരിച്ചെടുക്കണം. എങ്കിലേ അച്ചാറിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇത് ഏകദേശം മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേ നമുക്ക് കോരിയെടുക്കാം. നെത്തോലി നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. വേറെ പാത്രത്തിലോട്ട് കോരിയെടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കണം, എണ്ണ കരിഞ്ഞു വെക്കും. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. കടു ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു വറ്റൽമുളക്, ഇച്ചിരി കറിവേപ്പില. തീ കുറച്ച് വെക്കണം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ച മണമൊന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളകാണ്. മുളക് പൊടി, കുറച്ച് കായപ്പൊടി. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ. മഞ്ഞൾപ്പൊടി, സ്വല്പം ഉലുവാപ്പൊടി മിക്സ് ചെയ്യുക. ഉപ്പ് നേരത്തെ ഞാൻ മീൻ വറക്കാൻ വേണ്ടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നുള്ള് ഉപ്പിട്ടുണ്ട്. ഉപ്പ് ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം അതിനകത്തേക്ക്
കുറച്ച് വിനാഗിരി ചേർക്കുക. മിക്സ് ചെയ്യുക. ഇനി ഒന്ന് തിളച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് മീൻ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം. ഇനി നമുക്ക് ഈ അരപ്പുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.